അർജുൻ ആയങ്കിയും സുഹൃത്തുക്കളും കോതമംഗലത്ത് ഒത്തുചേർന്നത് ഹൈവേ റോബറി ആസൂത്രണം ചെയ്യാൻ എന്നാണ് കണ്ടെത്തൽ. അർജുൻ ആയങ്കി ഉൾപ്പെടെ 7 പേരെ പ്രതിചേർത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിശദമായ അന്വേഷണവും തുടങ്ങിക്കഴിഞ്ഞു. കള്ളക്കടത്ത് തട്ടിക്കൊണ്ടുപോകൽ കേസ് പ്രതി അർജുൻ ആയങ്കി വെറുതെ ഒരു സുപ്രഭാതത്തിൽ കോതമംഗലത്ത് എത്തിയതല്ല. കൃത്യമായി ഒരു കുറ്റകൃത്യം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ എത്തിയതാണെന്നാണ് തെളിഞ്ഞു വരുന്നത്. ഇന്ന് പുലർച്ചെയാണ് കോതമംഗലം പുന്നേക്കാട്ടെ റിസോർട്ടിൽ വെച്ച് അർജുൻ ആയങ്കിയും കൂട്ടാളികളെയും കരുതൽ എന്ന നിലയ്ക്ക് കസ്റ്റഡിയിലെടുക്കുന്നത്. കോതമംഗലം പരിധിയിൽ എന്തിനെത്തിയെന്ന കാര്യമാണ് പോലീസ് വിശദമായി അന്വേഷിച്ചത്. സുഹൃത്തിന്റെ വിവാഹം കൂടാൻ എത്തിയതെന്നായിരുന്നു അർജുൻ ആദ്യം പോലീസിന് നൽകിയ മൊഴി. ഇത് പച്ച നുണയാണെന്ന് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ പോലീസിന് വ്യക്തമായി. പതിവ് പരിപാടിയായ ഹൈവേ റോബറി ലക്ഷ്യമിട്ട് തന്നെയാണ് ആളെത്തിയതെന്ന് പോലീസ് കണ്ടെത്തി. കൂട്ടാളികളും മറ്റ് നിരവധി കേസുകളിൽ പ്രതികളായവരാണ്. അർജുനു പുറമെ ആദർശ്, പ്രണവ്, ധനീഷ്, അരുൺ, ടാർസൻ എന്നിവരും പിടിയിലായി. ഹൈവേ റോബറി, കൊലപാതക ശ്രമം, മയക്കുമരുന്ന് കടത്ത്, മോചനദ്രവ്യത്തിനു വേണ്ടി മനുഷ്യക്കടത്ത്, സ്വർണ്ണക്കടത്ത്, ഗുരുതര സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതികളാണിവർ. പാർട്ടിക്കു വേണ്ടി വിവിധ കേസുകളിൽ പ്രതിയായിരുന്ന അർജുനെ ലഹരിക്കടത്ത് സംഘങ്ങളുമായി അടുത്തതോടെ ഡിവൈഎഫ്ഐയിൽ നിന്ന് പുറത്താക്കി. പിന്നീട് സമൂഹ മാധ്യമങ്ങളിലെ അക്കൗണ്ടുകളിൽ CPM പ്രചാരണം സ്വന്തം നിലയ്ക്ക് നടത്തിയ അർജുൻ ഇതിനെ മറയാക്കി സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ പ്രവർത്തനങ്ങളിലേക്കും തിരിയുകയായിരുന്നു. അർജുൻ ആയങ്കിക്കെതിരെ 8 കേസുകളുണ്ട്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.